അപ്പോൾ എല്ലാവരും ഉള്ളൊരു ദിവസം ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കണ സമയത്ത് പെട്ടെന്നൊരാഗ്രഹം വന്നു, എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. കാരണം കുറേ കാലങ്ങളായിട്ട് പുറത്തൊന്നും നമ്മൾ ഇറങ്ങാറില്ലല്ലോ. പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ എവിടെയെങ്കിലും നാട്ടിൽ വന്നിട്ടും പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾ ആലോചിച്ചു, എന്നാൽ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് പോയി പെട്ടെന്ന് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറപ്പെട്ടു പോയൊരു സ്ഥലമാണ് പോത്തുണ്ടി ഡാം. ഹസ്ബൻഡിൻ്റെ വീട് ചിറ്റൂരാണ്. ചിറ്റൂർ ടു പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാം ഒരുപാട് ദൂരമില്ല ചിറ്റൂരിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ കൊല്ലങ്കോട് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 കാറുകളിലായിട്ട് ഹസ്ബൻഡിൻ്റെ 2 അനിയന്മാരും ഭാര്യമാരും അവരുടെ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ 2 കാറിലായിട്ട് പുറപ്പെട്ടു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മാസം മുമ്പാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. വീഡിയോ ഇപ്പോൾ ഇടണമെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. എന്തൊരു ഭംഗിയാണ് ഞങ്ങളുടെ നാട് കാണാനായിട്ട്. പാലക്കാടുള്ളവരാണെങ്കിൽ പോത്തുണ്ടി ഡാം എന്തായാലും കാണാതിരിക്കില്ല. ഇത് ഓൺ ദ വേയിൽ നോക്കൂ, എന്തൊരു രസമാണ് കാണാനും. മഴ പെയ്യുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല, സഹായിച്ചു. കാരണം കാറിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ മഴയത്ത് പോണത് ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. കാരണം മൊത്തം നടക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ. പാലക്കാട് ജില്ലയിൽ നെന്മാറയ്ക്കടുത്താണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി എല്ലാവർക്കും അറിയണ ഒരു സ്ഥലമായിരിക്കും എന്ന് വിചാരിക്കുന്നു. മിനി ഊട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് നമ്മുടെ ഈ പോത്തുണ്ടി ഡാം ഉള്ളത്. അപ്പോൾ ഞങ്ങളിതാ എത്തി. കൊണ്ടുവരുന്ന ടിക്കറ്റ് എടുത്ത് ഞങ്ങളിത് അകത്തേക്ക്, ഇതാണ് എൻട്രൻസ്. ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു തിരക്കുണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ, ഒരു ഐഡിയ ഇല്ലാതെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് പോയതല്ലേ. പക്ഷേ അവിടെ എത്തിയപ്പോഴുണ്ട് അധികം ആരും ഇല്ല കേട്ടോ. ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. 1-2 ഗ്രൂപ്പുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി നന്നായിട്ട് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അത് കാരണം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റി, തിരക്കൊന്നും ഇല്ലാതെ. ഇതാ കണ്ടില്ലേ, നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ഇതാ മുകളിലെത്തി. ഡാമിൻ്റെ ഒരു വ്യൂ, ഡാമെന്ന് നോക്കണ ഒരു വ്യൂ ആട്ടോ അത്. താഴ്ഭാഗത്തുനിന്ന് അതർ സൈഡ് നല്ല പച്ചപ്പും ഇപ്പുറത്ത് മുഴുവൻ വെള്ളവുമായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഞാനിവിടെ ഈ പോത്തുണ്ടി ഡാം എത്തിയ ശേഷം ഞാനൊരു ലൈവ് ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ അധികാരം വന്നില്ല. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടാണ് ലൈവ് ഇട്ടത്. പക്ഷേ എനിക്ക് ഈ ലൈവിനെ കുറിച്ച് വലിയ പിടിയില്ലാത്തത് കൊണ്ട് അത് പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. 10-11 പേര് വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. നല്ല പച്ചപ്പായിട്ടുണ്ട്. പക്ഷേ കുറേ കാലം ഈ ഒരു 5-6 മാസമായിട്ട് അധികം ആരും വരാത്ത കാരണം അവർ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കാര്യമായിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ആളുകളില്ല, അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിലൊന്നും ഇരുന്നില്ല. കാരണം നമ്മൾക്ക് പേടി കാരണം പിന്നെ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ പോകുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഈ ഭാഗത്തൊന്നും വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒന്ന് വെളിയിലിറങ്ങിയപ്പോൾ മക്കൾക്കും അതെ ബാക്കിയുള്ളവർക്കും അതെ ഒന്ന് മൈൻഡ് റിലാക്സായി. കാരണം ഈ ഒരു പച്ചപ്പൊക്കെ കാണാൻ തന്നെ നമുക്കൊരു രസമാണ് അല്ലേ. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ അന്ന് പോയത്. ഇതാ കണ്ടില്ലേ, കുറച്ച് പെൺമയിലുകൾ ഉണ്ടായിരുന്നു, ആൺമയിലിനെ കണ്ടില്ല. അപ്പോൾ ഡാമിൽ ഒരുവിധപ്പെട്ട ഭാഗങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഞങ്ങളിതാ തിരിച്ചു പുറപ്പെട്ടു. പിന്നെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കാണുമ്പോൾ ഒബ്വിയസ്ലി ഫോട്ടോ എടുക്കാനായിട്ട് തോന്നുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാപ്സ് എടുത്തു, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.